ഞാൻ തെക്കോട്ടും എന്റെ മുടി വടക്കോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുടി വെട്ടാണ്ട് ഇരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ നോക്കിയപ്പോ എന്റെ മുടി പടർന്ന് പന്തലിച്ച് നിൽക്കണു. അങ്ങനെ വിട്ടാ പറ്റില്ല. ഇനി നമുക്ക് ആ മുടി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇവിടെ നമ്മളെ എങ്ങോട്ട് പോവാണെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തെങ്കിലും ബുക്ക് ചെയ്തേതോ കുദാമിന്റെ ഉള്ളിലാണ്. ഉദ്ദേശിച്ച കടയിലല്ല അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ക്ഷീണം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിട്ട് വയറങ്ങോട്ട് നിറച്ചു കൊടുക്കും. പക്ഷെ വയറ് നിറയ്ക്കുമ്പോൾ പ്രശ്നം ഇതാണ്, ഉള്ളിക്കൂടെ കണക്ഷൻ പോണ്ടല്ലോ. ചെന്നപ്പോ പൂരത്തിന്റെ തിരക്ക്, അവിടെയും പരീക്ഷണാണല്ലോ കർത്താവ്. പിന്നെ നമ്മുടെ സലൂണിലെ ആളുടെ കയ്യും കാലും പിടിച്ചിട്ട് ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഒപ്പിച്ചു. ആൾക്ക് മൊത്തത്തിൽ എന്റെ മുടി അങ്ങോട്ട് വെട്ടിക്കളയാണ്ട് ഭയങ്കര സമാധാനക്കേടായിരുന്നു. എന്നാലേ അത്ര ഭംഗി കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഉള്ള ഭംഗിയൊക്കെ മതി, ഇതില് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റും അഞ്ച് തെളിയിച്ചാൽ മതി. ആൾക്ക് നമ്മുടെ രംബീർ കപൂറിന്റെ ചായയില്ലേ, ഇതാള് തന്നെ എന്നോട് പറഞ്ഞതാട്ടെ. ഏതോ ഒരു കസ്റ്റമർ ആൾക്ക് കോംപ്ലിമെന്റ് കൊടുത്തതാത്രേ. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷെ പിന്നെ ബില്ല് പറഞ്ഞപ്പോഴാണ് എന്റെ കണ്ണൊന്ന് തള്ളിയത്. ഞാൻ ആദ്യം ബുക്ക് ചെയ്തതിനേക്കാളും 30 പൗണ്ടാണ് കൂടുതലായത്. അത് പിന്നെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് ഓർമ്മയില്, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്നു. അതന്നെ. അപ്പൊ നിങ്ങൾ പറ, കപൂറേട്ടൻ വെട്ടി എന്റെ മുടി എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് പിന്നെ ആ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ 4 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെറുതെ. പിന്നെ എന്റെ നാൻഡോസിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സ്ഥലമാണ്. ഇനിയപ്പം മതി, ഇന്നത്തേക്കുള്ളതായി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ബൈ.